ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ മസ്റ്റാണ് കേട്ടോ, അതൊന്നും മറന്നു പോകരുതേ ആരും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കേ. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ അതേ കടലയാണ്. അപ്പോൾ ഉമ്മ രാവിലെ കടല പുട്ടിനുള്ള ഇതൊക്കെ അവിടെ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടലയും വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു ഞാൻ എണീറ്റ് വന്നപ്പോൾ. പിന്നെ ഇത് വേഗം കടലക്കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കടല ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ അത് ചെറിയ ഉള്ളി ഒന്ന് വാട്ടിയിട്ട് കടുക് പൊട്ടിച്ചു കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊക്കെ കൂടി ഒന്ന് വാട്ടിയതിന് ശേഷം ഞാൻ ഇതേപോലെ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുട്ടിന് മാവൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഉമ്മയും മക്കളൊക്കെ അവിടെ പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ വേഗം ഒന്ന് റെഡിയാക്കാൻ വെച്ചിട്ട് ഉമ്മ പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിന്ന് പുറത്തേക്ക് പോകാനുള്ള ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ, ഉച്ചതിരിഞ്ഞിട്ടായിട്ട്. ഇവിടെ വന്നിട്ട് എവിടേക്കും പോയില്ല എന്നുള്ളൊരു പരാതിയാണ് മക്കൾക്ക്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തീരെ വയ്യാത്തൊരു സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സമയത്ത് എനിക്ക് തൊണ്ടവേദനയും ചുമയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ വീഡിയോ കാണുന്നതിന്. അപ്പം അങ്ങനെ അതേ ഒരു കുറ്റി പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തതും കൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് അതുപോലെ തന്നെ മക്കൾക്കും നല്ല പോലെ തന്നെ ജലദോഷവും പനിയും ഒക്കെ ഉണ്ട് കേട്ടോ. പാത്തൂസിനും അതേ തന്നെ. പക്ഷേ നമ്മളിത് വീഡിയോ 2 ദിവസത്തെ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതേ പാത്തൂസ് രാവിലെ എണീറ്റപ്പോൾ കുറച്ച് കലിപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തെ മതിലിൻ്റെ ബാക്കിലാണ് കേട്ടോ, വീടിൻ്റെ ബാക്കിലായിട്ട് മതിലിൻ്റെ അവിടെ നിന്നപ്പോൾ അങ്ങനെ പൂച്ചേനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ പറമ്പിൽ. അപ്പോൾ അങ്ങനെ പൂച്ചേനെയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഒരു കുട്ടി വന്നിട്ട് ആ പൂച്ചനെ എറിഞ്ഞു പിടിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ സുഡാപ്പില്ല പാത്തൂസ് കുറച്ച് കലിപ്പിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ അകത്ത് കയറിപ്പോയി. ബാക്കിയുള്ള പുട്ടും കൂടി ഒന്ന് വേഗം റെഡിയാക്കി എടുത്ത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ കേട്ടോ അവളെ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതേ കടലക്കറിയും പുട്ടൊക്കെ ആയി. ഇപ്പം മക്കൾക്ക് വേഗം ചായ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പിന്നെ ഇതവിടെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഉമ്മ. ബാക്കിയുള്ളത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അടുത്ത ട്രിപ്പ് ഇടാന്ന് വെച്ചിട്ട്. പിന്നെ മക്കളൊക്കെ ഇതവിടെ കളിയിലാണ്. അപ്പോൾ ഉമ്മ കുറച്ച് കടലാസുകളൊക്കെ ഇങ്ങനെ കവറിലാക്കി വെക്കും കേട്ടോ. പഴയത് കടലാസൊക്കെ കത്തിക്കാനുള്ളതൊക്കെ. ഇവിടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമൊന്നുമില്ല. ഫുഡിൻ്റെ വേസ്റ്റൊക്കെ പിന്നെ അപ്പുറത്തെ പറമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കത്തിക്ക് ഇങ്ങനെ കടലാസൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കത്തിക്കാനായിട്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ കത്തിക്കാനുള്ളതൊക്കെ ഉമ്മ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബീഫ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. അതിപ്പോൾ അത് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഐസായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഞാൻ മേടിച്ചു. പിന്നെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കാരണം അവർക്ക് ബീഫൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ബീഫ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇപ്പം ഞാൻ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. 3-4 പ്രാവശ്യമായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ബീഫ് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ച സമയം കൊണ്ട് തന്നെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, തക്കാളിയൊക്കെ. അപ്പോൾ അതൊക്കെ നേരാക്കുന്ന നേരം കൊണ്ട് ഇവിടെ ഐസൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അത് 3-4-5 പ്രാവശ്യമായിട്ട് ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് വെള്ളമൊക്കെ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഓട്ടപാത്രത്തിൽ വെച്ചതായിരുന്നു കേട്ടോ, അരിപ്പക്കലത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ബീഫ്. അതിലേക്ക് ഞാൻ ബീഫൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 വിസിലടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബീഫ് നമ്മൾ വേവിച്ചിടുന്ന സമയത്ത് നമുക്ക് എത്ര മസാലപ്പൊടി ചേർത്താലും ഉപ്പൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടൊന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട്. ഒരു 6 വിസിലടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉമ്മ രാവിലെ തന്നെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാത്തൂസ് ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒന്നിനും സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വയ്യാത്ത കാരണം കൊണ്ടാണ് തീരെ ഒന്നിനും സമ്മതിക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല വീട് മാറിക്കഴിഞ്ഞാൽ അസ്വസ്ഥത. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ പറയണ്ട. നമുക്ക് വലിയവർക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്, എന്തായാലും സമയം എടുക്കും. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ബീഫൊക്കെ ഒന്ന് വിസിലടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ സബോള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഞാൻ ബീഫിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സബോള വാട്ടുമ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ സബോളയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക്
ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഒന്ന് വാട്ടിയെടുക്കാം. അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് എന്തൊക്കെ മസാലകളാണോ വേണ്ടത് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെ മൂടി തുറക്കാൻ നിൽക്കുക, പിന്നെ അത് അടയ്ക്കുക, പിന്നെ അടുത്ത തുറക്കുക, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എന്താ പറയുക, ഗരം മസാല, മീറ്റ് മസാല, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, മല്ലിപ്പൊടിയൊക്കെ എല്ലാ പൊടികളും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഈ ബീഫ് ഒരു 2 വിസിലിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് കേട്ടോ വേവ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുക്കറിലേക്ക് തന്നെ മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബീഫൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഒരു 2 വിസിലും കൂടി അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് ബീഫ് കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കൂടെ അലക്കലുണ്ടായിരുന്നു, അതൊക്കെ അതവിടെ പുറത്ത് കൊണ്ട് തുണികളൊക്കെ ആറിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു മാങ്ങ ഇവർ കടയിൽ പോയപ്പോൾ ഒരു ചനച്ച മാങ്ങ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കിയിട്ട് അതും കൂടി ഇട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. പാത്തൂസ് ഉറങ്ങി, ബാക്കി ആരും ഉറങ്ങി എന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പാത്തൂസിനെ അവിടെ കിടത്തി. ഉറക്കം വരുന്നുണ്ട് കേട്ടോ പാത്തൂസിന്. അപ്പോൾ പാത്തൂസിനെ അവിടെ കിടത്തിയിട്ട് ഞങ്ങൾ പതുക്കെ മുങ്ങിയിട്ടോ മുടി വെട്ടാനായിട്ട്. ഇന്നലെ പോയപ്പോൾ കട തുറന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്നല്ല, തലേ ദിവസം പോയപ്പോൾ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇന്ന് പോയി നോക്കുമ്പോൾ കട തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സുഡാപ്പിയുടെ മുടി, ഇലുവിൻ്റെ മുടി, 2 പേരുടെ മുടി നല്ലോണം അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പേരുടെ മുടി ഇങ്ങനെ വെട്ടി. അതെല്ലാം കഴിഞ്ഞ് വന്നിനിപ്പോൾ 10 ദിവസം എണീക്കുമ്പോഴേക്കും വേഗം വന്ന് കുളിച്ചിട്ട് നമുക്ക് കുളിക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയമാവും. എന്നിട്ട് നമുക്കങ്ങനെ കടൽ കാണാൻ പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാമെന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഊട്ടി വന്നത് കേട്ടോ. 10 ദിവസം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം ഒന്നിനും സമ്മതിക്കില്ല നമ്മളെ ഒന്നും ചെയ്യാൻ. പിന്നെ പനിയൊക്കെ ജലദോഷമൊക്കെ ആയ കാരണം കൊണ്ട് തലയൊന്നും കഴുകാത്ത കാരണം കൊണ്ട് മുടിയൊക്കെ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചൂടുവെള്ളത്തിലാണ് കേട്ടോ അവരൊക്കെ കുളിപ്പിച്ചെടുത്തത്. പിന്നെ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. മക്കളും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 ദിവസം എണീറ്റപ്പോൾ കുറച്ച് കലിപ്പായിരുന്നു. അങ്ങനെ ചായയൊക്കെ കൊടുത്ത് പിന്നെ ആളൊക്കെ റെഡിയായി. അതാ കടയിൽ വെച്ചായിരുന്നോണ്ട് കേറിയൂല്ല. സുഡാബി പോവാ. പാത്തൂസടെ പൂങ്ങോട്ടുകുളത്തിന്റെ പള്ളിക്കെട്ട്, പൂങ്ങോട്ടുകുളത്തിന്റെ പള്ളിക്കെട്ട്, പൂങ്ങോട്ടുകുളത്തിന്റെ പള്ളിക്കെട്ട്, പൂങ്ങോട്ടുകുളത്തിന്റെ പള്ളിക്കെട്ട്. ഫോൺ കിട്ടും എടുത്തോ ചാർജില്ലാതൊന്നുമില്ല. ടാറ്റ പറഞ്ഞേ പോവാ. ടാറ്റ പറ അച്ചോ അച്ചോ. പോടാ. ഞങ്ങളാണ് വണ്ടിയില്ല. വണ്ടി വന്നു. അതിനി അവിടെ തിരിച്ചോളും. കടലുണ്ടോ? വെള്ളത്തിക്ക് ഇറങ്ങണ്ട. മോനെ നടന്നോ. വരുന്നു. പെട്ടെന്ന് കുഴിയാക്കി വെച്ച് കൂടെ പൊട്ടാ. അപ്പൊ ഫുള്ളായി നനിയേ.
ഇതേ വരുന്നു, നല്ലോണം വരുന്നുണ്ട്. കണ്ടോ, ഒരു പ്രാവശ്യം തൈ വന്നതിന് ഒരു പ്രാവശ്യം നല്ലതിൽ വരും. ഉണ്ണിനെ പിടിക്കണം, ഉണ്ണിയുടെ കൈ പിടിക്കണം, ഉണ്ണിയുടെ കൈ പിടിക്കണം. ഞാൻ ഇത് എടുക്കാനാട്ടോ അവിടെ നിന്നോ. കൈ പിടിച്ചാട്ടാ. പാത്തൂസ് വരുന്നുണ്ടാ. അതിലുണ്ട പൈനാപ്പിൾ ഇട്ടാ. ആ പത്തെണ്ണം മേടിച്ചോ. ഇത് മാങ്ങിയത് നെല്ലിക്കല്ലേ? അത് അമ്പഴങ്ങിയത് അറിയില്ല. ഒന്നും ഒതുങ്ങുന്നേടാ. മാങ്ങ എടുത്താ മാങ്ങ ടേസ്റ്റ് ഉണ്ടോ? രണ്ടെണ്ണം മതി. മതി. കഴിക്കണം. വേണ്ടത് ഒറ്റടിക്ക് വരുന്നുണ്ട് പെട്ടെന്ന്. പേടിയുണ്ട്. സുഡാപ്പി വീട് ഞാൻ അവിടെ ഇട്ടിട്ട് പോവും. ഇങ്ങോട്ട് നോക്കി. എന്റെ മക്കളെ എണീക്കടാ. നീലു Aduse. ഇനി വീണ്ടും പോവാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.